ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ദ്രോണപർവം. എഴുത്തച്ഛൻ്റെ രചന. കഥകളതി മോഹനം എന്ന പാഠഭാഗം 10-ാം തരം. പഞ്ചവർണ്ണ കിളിപ്പെൺകിടാവേ തെളിഞ്ഞൻ ചെവി രണ്ടും കുളിർക്കെ പറകനി നെഞ്ചം തെളിഞ്ഞു കുറുക്കി കൊഴുത്ത പാൽ പഞ്ചതാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി നല്ല കദളി പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലെ തിരുമ്മിയുടച്ചു തേനും വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്തളികയിൽ മേളിച്ചു വെവ്വേറെ വെച്ചിരിക്കുന്നതെടുത്തു ഭുജിച്ചാലും ഇച്ഛയാകുന്നതു ദാഹമുണ്ടെങ്കിലോ നീലക്കരിമ്പിൻ്റെ ചാറുമിളനീരും പാലും മധുവും കുടിച്ചാലുമാവോളം ഭീഷ്മ സമാനന്നരീ നിവഹത്തിന്നു ഭീഷ്മർ ശരശയനത്തിന്മേൽ വീണാറെ തോറ്റ സുയോധനാദികളാകിയ 100 പേരെന്തോന്നു ചെയ്തതു ചൊല്ലു നീ ചൊല്ലുവാനാവതില്ലെങ്കിലും ഒട്ടൊട്ടു ചൊല്ലുന്നതുണ്ടു കനക്കെ ചുരുക്കി ഞാൻ. വൻപനാം കർണനോടാശു സുയോധനൻ അൻപോടു സേനാപതിയാക നീ എന്നാൻ കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകയില്ലാരോടും ദ്രോണരാമാചാര്യൻ താനിരിക്കെ എന്തു മാനിച്ചു മറ്റുള്ളോർ നിർത്തുന്നിതു പട മന്നവ കേൾക്ക ഭരദ്വാജനന്ദനൻ ഇന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ടു മന്നവ സങ്കടമുണ്ടാകയില്ലേതും മാനിയായുള്ള സുയോധനൻ ദ്രോണരെ സേനാപതിയായ അഭിഷേകവും ചെയ്താൻ മാനിയായുള്ള സുയോധനൻ ദ്രോണരെ സേനാപതിയായ അഭിഷേകവും ചെയ്താൻ.